അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഓർഡർ ഈസ് ഇൻകറക്റ്റ്? നമുക്കറിയാം ഇത് പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ പീരിയോഡിക് ടേബിൾ എന്നുള്ള ആ ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ടോപ്പിക്. നമുക്കറിയാം പീരിയോഡിക് പ്രോപ്പർട്ടീസ്. ഇവിടെ ചെക്ക് ചെയ്യുന്ന പീരിയോഡിക് പ്രോപ്പർട്ടി ഇലക്ട്രോനെഗറ്റിവിറ്റി ആണെന്ന് മാത്രം. അപ്പോൾ നമുക്ക് ഈ ചോദ്യത്തിന്റെ ആൻസർ എങ്ങനെ എത്താമെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. നോക്കുക, ഒന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾ നോക്കുക. ഹാവ് എ ലുക്ക് അറ്റ് ദ ഫസ്റ്റ് ഓപ്ഷൻ. ഇവർ പറയുന്നു നൈട്രജനാണ് ബോറോണിനേക്കാൾ കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ളത്. ശരിയാണ്. തേർഡ് മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ് ആണ് നൈട്രജൻ. ഏറ്റവും കൂടുതൽ ഫ്ലൂറിൻ, പിന്നെ ഓക്സിജൻ, പിന്നെ നൈട്രജൻ ആണ്. സോ ഈ തന്നിരിക്കുന്ന 4 ആൾക്കാരിൽ നൈട്രജൻ ആണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ളതെന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. അതിനപ്പുറത്ത് ബ്രോമിൻ. ഇനി അലുമിനിയം, മഗ്നീഷ്യം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. പീരിയോഡിക് ടേബിളിൽ നൈട്രജൻ ഇവിടെ, ബോറോൺ ഇവിടെ. ഓക്കെ, അലുമിനിയം ഇടതുവശത്ത് താഴെയാണ് വരിക. ബോറോണിന്റെ അടിയിലായിട്ടാണ് അലുമിനിയം ഉണ്ടാവുക. മഗ്നീഷ്യം ആണെങ്കിൽ അതിനേക്കാളും ഇടതുവശത്ത് ഇവിടെയാണ് ഉണ്ടാവുക. സോ ഈ ഒരു ലോജിക്ക് നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ മനസ്സിലാവും. താഴേക്ക് വരുമ്പോഴത്തേക്കും ഇലക്ട്രോനെഗറ്റിവിറ്റി കുറയുകയാണ് ചെയ്യുക. ടുവേർഡ്സ് റൈറ്റ് ഇൻ ദ പീരിയോഡിക് ടേബിൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുകയാണ് ചെയ്യുക. അപ്പം നമുക്കിവിടെ മനസ്സിലാക്കാം, ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റ് നൈട്രജൻ ആയിരിക്കും, പിന്നെ ബോറോൺ ആയിരിക്കും. അതിനേക്കാൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവായിരിക്കും അലുമിനിയത്തിന്, അതിനേക്കാളും കുറവായിരിക്കും മഗ്നീഷ്യത്തിന്. പക്ഷെ ഇവിടെ നോക്കുക, നൈട്രജൻ, ബോറോൺ, മഗ്നീഷ്യം, അലുമിനിയം എന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇത് തിരിഞ്ഞു വേണം വരാൻ. സോ ഒന്നാമത്തെ ഓപ്ഷനിൽ ശരിക്കും വരേണ്ടിയിരുന്നത് നൈട്രജൻ, ബോറോൺ, അലുമിനിയം, മഗ്നീഷ്യം എന്നായിരുന്നു വരേണ്ടിയിരുന്നത്. പക്ഷെ ഇത് കൊടുത്തിരിക്കുന്നത് തെറ്റാണ്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് നോക്കുക, ഇൻകറക്റ്റ് ആയിട്ടുള്ള ഓർഡർ ഏതാണെന്നാണ്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസർ ഓപ്ഷൻ 1 ഇവിടെ മാർക്ക് ചെയ്യാവുന്നതാണ്. ബാക്കിയുള്ള ഓപ്ഷൻ നമുക്ക് വേണമെങ്കിൽ വെരിഫൈ ചെയ്യാം. നൈട്രജൻ ആണ് കാർബണിനേക്കാൾ കൂടുതൽ ഇലക്ട്രോനെഗറ്റീവ്. കാർബണിന് സിലിക്കണിനേക്കാൾ കൂടുതലാണ്. അതിനേക്കാളും കുറവാണ് മെറ്റാലിക് ക്യാരക്ടറുള്ള അലുമിനിയത്തിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. സെയിം ഇവിടെ നമുക്ക് വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. നൈട്രജൻ, ബോറോൺ, ബെറിലിയം, മഗ്നീഷ്യം, ഇതും ശരിയാണ്. ഫ്ലൂറിനാണ് മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ്, ദെൻ ഓക്സിജൻ, ദെൻ ക്ലോറിൻ, സൾഫർ എന്നുള്ള ഈ ഓർഡറും ശരിയാണ്. പക്ഷെ ഇവിടെ തെറ്റായിട്ടുള്ള ഓർഡർ ഒന്നാമത്തെ ഓപ്ഷനാണ്. അതിൽ തന്നെ നോക്കുക, ഈ ഒരു ചെറിയ ഭാഗം മാത്രമേ വ്യത്യാസമുള്ളൂ. ഈ ഒരു ഭാഗം തിരിഞ്ഞായിരുന്നു വരേണ്ടിയിരുന്നത്. മഗ്നീഷ്യം ഏറ്റവും ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞ എലമെന്റ് ആണ്. അതിനേക്കാൾ കൂടുതൽ അലുമിനിയത്തിന് ഉണ്ടാവണമായിരുന്നു. പക്ഷെ കൊടുത്തിരിക്കുന്ന ഈ ഓർഡർ ഇവിടെ തെറ്റാണ്. സോ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ 1.